ഹിമ പെണ്ണഴക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. അതിലുണ്ടെങ്കിൽ ഹിമയും ഭർത്താവും തമ്മിലുണ്ടെങ്കിൽ ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസിച്ചുകൊണ്ടേ ഇരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹിമയുടെ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ ഇതേപോലത്തുള്ള കാര്യങ്ങൾ കുറഞ്ഞതിനെ തുടർന്നായിരുന്നു മരണപ്പെട്ടിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹിമ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആ ഭർത്താവിൻ്റെ സ്വത്തിലല്ല ഇതേ കണക്ക് ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഈ പോലീസുകാരൊക്കെ വിളിച്ച് ഇതേ കണക്കുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല. അത് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് മക്കളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇതേ കണക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇതേ കണക്ക് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേ കണക്ക് വീടും പുരയിടമൊക്കെ വിറ്റ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ പണമൊന്നും കാണുന്നില്ലെന്നുള്ള രീതിയിലായിരുന്നു വന്നിരിക്കുന്നത്. അത് എവിടെ പോയെന്നൊന്നും തനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഇപ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്ന ഇതേ കണക്കുണ്ടെങ്കിൽ ആരോ ഇവരുടെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ അവർ കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതൊന്നും ഹിമ ഭയങ്കരമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. തനിക്ക് പറയാനുള്ള കാര്യം ഇതെനക്കൊന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞെന്നുള്ള രീതിയിലായിരുന്നു ഹിമ പറഞ്ഞിരുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.